സ്റ്റോളുകളിലും ഇങ്ങനെ നടന്ന് പോയപ്പം എൻ്റെ കണ്ണ് പെട്ടെന്ന് ഉടക്കിയത് നമ്മളെ DQ ഫാൻസ് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, എസ്പെഷ്യലി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐസ്ക്രീമിൻ്റെ സ്റ്റോളിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇറ്റ്സ് മെഴ്സിലസ് ഐസ്ക്രീം. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മളിത് ഇപ്പോഴും കഴിക്കാറുണ്ടെങ്കിലും ഇതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ട്. ഹലോ, പേരെന്താ? സുമി. അപ്പം സുമി, എന്താണ് പറഞ്ഞത് നമ്മുടെ മെഴ്സിലസ് ഐസ്ക്രീമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയോ? മെഴ്സിലസ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ സിന്തറ്റിക് യൂസ് ചെയ്യുന്നില്ല, റിയൽ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ സംഗതി എന്ന് പറയുന്നത് നോ ഷുഗർ ഐസ്ക്രീമാണ്. നോ ഷുഗർ ഐസ്ക്രീം. അപ്പം അതിൽ മധുരം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. കഴിച്ചു നോക്കാം. അപ്പം അതൊന്ന് കഴിച്ചു നോക്കിയിട്ടാവാം ബാക്കിയല്ലേ. എനിക്കൊരു ഇത്തിരി തരൂ പ്ലീസ്. കാരണം എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അല്ലേ, ഡയബറ്റിക്സ്. അപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത് സൊസൈറ്റിയിൽ ഇപ്പം നോൺ ഷുഗർ അല്ലേ, ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐസ്ക്രീമുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും എന്താണ് ഇതിന് കൂടുതൽ നോർമലി സിന്തറ്റിക് ആണ് നമ്മൾ നോ ഷുഗർ ഐസ്ക്രീമിൽ വരാറ്. നമ്മളിവിടെ മോങ്ക് എന്ന് പറയുന്ന ചൈനീസ് ഒരു ഫ്രൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ്. അപ്പം കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. അപ്പം മെഴ്സിലസിന്റെ ഷുഗർ ഫ്രീ, നോ ഷുഗർ ഫ്രഞ്ച് വാനില ഐസ്ക്രീം. ഭയങ്കര ഇച്ചിരി ടാസ്ക് ആണ് ഇത് എടുക്കാൻ. ഈ മൈക്കൊന്ന് പിടിക്കൂ. താങ്ക് യു. എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ആണോ? നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫ്രൂട്ടിന്റെ ഇതല്ലാതെ വാനില ഇത് കിട്ടും. ഓക്കെ. ഇത് ശരിക്കും നമ്മള് സാധാ ഐസ്ക്രീം കഴിക്കുന്ന പോലെ അതേപോലെ തന്നെ ഉണ്ട്. കാരണം അതേപോലത്തെ നല്ല സ്വീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് എൻജോയ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പക്ഷെ എന്നാലും കഴിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഐ തിങ്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അമ്മയ്ക്കല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇതാണ്. പക്ഷെ ഈ ഒരു ഐറ്റം എന്തായാലും ഡയബറ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും, പിന്നെ ഒരുപാട് ഷുഗർ, ഇപ്പം എല്ലാവരും ഷുഗർ കട്ടിൻ്റെ ആൾക്കാരാണ്. അപ്പം വേറെ സംശയമൊന്നും വേണ്ട, ഇത് തന്നെ കറക്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് മൈക്ക് കുടിച്ച് ഞാൻ ചോദിക്കാൻ വന്നത് എനിക്ക് മൈക്ക് കുടിച്ചിരുന്ന അവസ്ഥ. അപ്പം എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? എന്താണ് വേൾഡിലെ ഫസ്റ്റ് പ്രോബയോട്ടിക് ഇത് തുടങ്ങിയത്, ഐസ്ക്രീം തുടങ്ങിയത് നമ്മളാണ് ആഡ് ചെയ്തിട്ട്. അത് കൂടാതെ നമ്മൾ മോങ് എന്ന് പറയുന്ന ഫ്രൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ആണ് നമുക്ക് ഈ ഷുഗർ ഇത് തരുന്നത്, കുറയ്ക്കാനുള്ളത്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ ശരീരത്തിന് ബോഡിക്ക് ആന്റി ഓക്സിഡൻസ് എപ്പോഴും നല്ലത് തന്നെയാണ്. ഐസ്ക്രീമിലൂടെ അത് കിട്ടുന്നു എന്നുള്ളത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും, ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഐസ്ക്രീം എപ്പോഴും നമ്മൾ എന്താ ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്. അപ്പം മെഴ്സിലസ് ഐസ്ക്രീം നമുക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പുതിയ ഐസ്ക്രീം കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഓൾസോ നമുക്കറിയാം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പം സ്പെഷ്യലി നോ ഷുഗർ അല്ലേ, അതാണ് പുതിയതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. എല്ലാവരും അത് വാങ്ങി ട്രൈ ചെയ്യും. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Torupura.